ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്ന് ബനാന ബണ്ണ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ബനാന ബണ്ണ് എന്ന് പറയുമ്പം ഞാനിത് പൊരിച്ചെടുക്കുന്നതായിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിൽ വെച്ചിട്ട് അത് ബണ്ണ് പോലെ തന്നെ ആക്കിയെടുക്കുകയും ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 5 മൈസൂർ പഴം എടുക്കുന്നുണ്ട് കേട്ടോ. ഈ പഴം നന്നായിട്ട് അങ്ങോട്ട് മിക്സിയിൽ നമ്മൾ ജ്യൂസ് പോലെ ആക്കി എടുക്കാം. വെള്ളമൊന്നും ചേർക്കരുത്, വെറുതെ അടിച്ചെടുക്കാം. ഇനി ഈ ഒരു പഴം ജ്യൂസിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകത്തിന്റെ കൂടെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ, അത് ഒരു പിഞ്ചൊക്കെ മതി. ശേഷം 2 ടേബിൾ സ്പൂൺ തൈരാണ് ആവശ്യമുള്ളത്, അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് അത് യോജിപ്പിച്ചു കൊടുക്കുക. ശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു മിക്സിലേക്ക് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളൊരു പൂരിന്റെ ഒക്കെ പരുവത്തിനാണ് ഈ ആട്ടപ്പൊടി മിക്സ് ചെയ്ത് ഒരു ഡൗ ആക്കി എടുക്കുന്നത്. ഡൗ തയ്യാറാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക കയ്യിൽ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു ഡൗവിന് മുകളിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അത് അടച്ചു വെച്ചിട്ട് ഒരു 3 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം, റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഡവൽ നിന്ന് ഓരോരോ ചെറിയ ചെറിയ പീസസ് എടുത്തിട്ട് ഉരുളകളാക്കിയിട്ട് നമ്മൾ കയ്യിൽ വെച്ച് തന്നെ പരത്തിയിട്ട് നമുക്ക് ചെറിയ ചെറിയ പൂരിയുടെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് നന്നായിട്ട് വറുത്ത് കോരാം. ബനാന ബണ്ണ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു മൈസൂർ പഴം, അതുപോലെ തന്നെ എൻ്റെ മോനും മൈസൂർ പഴം ഒന്നും പറ്റില്ല. അതങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കഫക്കെട്ട് വരും, തൊണ്ടവേദന വരും. ഞാനിപ്പോൾ ആ ഒരു ഇതിൽ ഇങ്ങനെ പോകുന്ന ആളാണ്, തൊണ്ടവേദനയൊക്കെ ആയിട്ട്. കാരണം ഈ ഒരു പഴം എനിക്ക് നല്ല പണി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു മോന് ഇതെന്തായാലും കൊടുക്കാൻ പറ്റില്ല. അപ്പം പിന്നെ ഈ ബനാന ബണ്ണ് പോലെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ബനാന ബണ്ണ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബനാന ബണ്ണൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബണ്ണാണ് ഇത്. നമുക്ക് വെറുതെയും കഴിക്കാം, അതിൻ്റെ കൂടെ തന്നെ ചട്നി ചേർത്തും കഴിക്കാം കേട്ടോ. എനിക്ക് ചട്നി ചേർത്ത് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ഇത് മധുരം ഉള്ളതാണ്, പക്ഷേങ്കിൽ ഓവർ മധുരമല്ല, ഒരു ലൈറ്റ് മധുരമായിരിക്കും. ഈ ഒരു സ്ട്രക്ചറിലാണ് കിട്ടുക കേട്ടോ. ഇങ്ങനെ നമ്മളെ ഉള്ളിൽ നന്നായിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. അങ്ങനെ എണ്ണയൊന്നും പിടിക്കൊന്നുമില്ല. ബജ്ജിക്കടയിൽ കിട്ടുന്ന ബജ്ജി ചട്നി കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അത് രണ്ടും കൂടി കഴിക്കാൻ വേണ്ടി എരിവും മധുരവും കൂടി ചേർന്ന ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ അതുപോലെ?
അപ്പൊ ഞാനിവിടെ ബജ്ജി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി കഴിക്കാനുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. വെറുതെ കഴിക്കാനും ടേസ്റ്റ് ആണ്, പക്ഷെ എനിക്ക് ഒരു എരിവ് കൂടി ചേരുമ്പോഴാണ് എനിക്കിഷ്ടം. അപ്പൊ ഇതൊന്ന് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബനാന ബണ്ണാണ്. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, താങ്ക് യു, ലവ് യു.